അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്ന ഞങ്ങൾ ഇതുപോലുള്ള ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. ഇത് എങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. നമ്മളൊക്കെ ഏറെ സന്തോഷത്തിലാണ്. പുണ്യ റസൂലിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹിച്ച ഈ ഒരു മാസം നാടും നഗരവും പള്ളിയും വീടുകളും പ്രകാശം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ആഹ്ലാദമാണ്. റസൂലിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ ഒരു മാസം ഈ ഒരു പൊന്നുമോളും ഏറെ സന്തോഷത്തിലാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷമുണ്ടോ അതേ ഒരു ആഹ്ലാദമാണ് ഈ കുഞ്ഞുമോളുടെയും മനസ്സിൽ. പ്രിയപ്പെട്ടവരെ, നബിദിനത്തിന് ഇനി പാട്ടുപാടി സമ്മാനം വാങ്ങിക്കാൻ എൻ്റെ പൊന്നുമോൾ ഇനിയില്ല. ആ ഒരു അനുഗ്രഹീതമായ മാസം ആ പൊന്നുമോള് പടച്ചറബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് ഞാൻ ഈ ഒരു മരണവാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. പാണംതൈ തർബിയത്തുൽ ഇസ്ലാം മദ്രസയിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി, മണ്ണാഞ്ചേരിയിലെ ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മിടുക്കിയായ നഫീസത്തുൽ മിസ്രിയ നമ്മളിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പൊന്നുമോളെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയൊന്നും വെറുതെ അങ്ങ് പറഞ്ഞു പോകാൻ സാധിക്കില്ല. ആരുടെ ഹൃദയത്തിൽ നിന്നും ആ പൊന്നുമോളുടെ മുഖം അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ല. അധ്യാപകർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ട ആ 8 വയസ്സുകാരി, വാതോരാതെ സംസാരിച്ച് മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു വാങ്ങിയ പൊന്നുമോള് ഇന്നലെ നബിദിന ആഘോഷത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി മദ്രസയിൽ ഗാനമൊക്കെ പാടി ആ മദ്രസയിൽ നിന്നും തുള്ളിച്ചാടി മുത്തറസൂലിൻ്റെ മദ്ഹ് ഗാനവും പാടി വീട്ടിലേക്ക് ഓടിക്കേറി ചെന്നതാ. ഇന്നലെ അവധിയായതിനാൽ അതിലേറെ സന്തോഷമായിരുന്നു ആ പൊന്നുമോൾക്ക്. അവധി ദിവസങ്ങളിൽ മോൾക്ക് എന്നും ഒരു പതിവായിരുന്നു സൈക്കിൾ എടുത്ത് ഇങ്ങനെ കറങ്ങുക. കാണുന്നവരോടൊക്കെ സൊറ പറഞ്ഞ് ആ പുഞ്ചിരിക്കുന്ന മുഖമൊന്ന് കാണിച്ചു കൊടുക്കുക. ആ മുഖമാണ് ആ നാടിനും നാട്ടുകാർക്കും മറക്കാൻ പറ്റാത്തത്. പരിചയക്കാരൊക്കെ നോക്കി പുഞ്ചിരിച്ച് ഒരു പക്വതയുള്ള കുട്ടിയെപ്പോലെയായിരുന്നു ആ പൊന്നുമോള്. പ്രിയപ്പെട്ടവരെ, ചില മരണങ്ങൾ അങ്ങനെയാണ്. നമ്മളെ അങ്ങ് വല്ലാതെ വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മെ വിട്ട് വിട പറഞ്ഞു പോവുക. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ തന്നാണ് ആ പൊന്നുമോള് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. പതിവ് പോലെ ഇന്നലെ സൈക്കിൾ എടുത്ത് ഇറങ്ങിയതാ, കാണുന്നവരോടൊക്കെ സൊറ പറഞ്ഞ്. എന്നാൽ ഇന്നലെയുള്ള ആ ഒരു സൈക്കിളോട്ടം അവളുടെ ജീവിതത്തിലെ അവസാന യാത്ര പറച്ചിലായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. പടച്ചറബിൻ്റെ കലാ. വിഷമിക്കരുത്, വേദനിക്കരുത്, നമുക്കത്രേ പറയാനുള്ളൂ. പൊന്നുമോള് പോയിരിക്കുന്നത് പടച്ചറബിലേക്കാണ്. പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ, അവരുടെ മാതാപിതാക്കൾ. അവർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ നിങ്ങൾ ദുആ ചെയ്യില്ലേ? മക്കൾ മരണപ്പെട്ടാലുള്ള മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് മാതാപിതാക്കളെ നമ്മൾ കണ്ടതാണ്. ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്ന ഉപ്പമാരെ നമ്മൾ വെള്ളിയാഴ്ചകളിൽ കണ്ട് നമ്മുടെ ഹൃദയം പൊട്ടിപ്പോയിട്ടുണ്ട്. മക്കളുടെ ഖബർ നോക്കി എന്തൊക്കെയോ സൊറ പറഞ്ഞ് ആ മനുഷ്യൻ കരയുന്നത് നമ്മുടെ ഹൃദയത്തെ വല്ലാതെ നോവിപ്പിച്ച ആ ഒരു രംഗമായിരുന്നു. പടച്ചറബ്ബേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോള് കളിച്ചും ചിരിച്ചും പതിവ് പോലെ ആ റോഡിലൂടെ സൈക്കിൾ ഓടിച്ചു പോവുകയായിരുന്നു. എന്നാൽ ഇന്നലെ പടച്ചറബിൻ്റെ വിളി എന്നതുപോലെ ആ സൈക്കിൾ റോഡിൽ നിന്നും തെന്നിമാറി. ആ സൈക്കിൾ വീണത് സംരക്ഷണ ഭിത്തിയില്ലാത്ത ആഴമേറിയ അങ്ങാടിത്തോട്ടിലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ തോട്ടിലെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു ആ പൊന്നുമോൾ. ആരും കണ്ടില്ല. ഒരിക്കലും മടക്കമില്ലാത്ത യാത്രയിലേക്ക് അവളെ കൊണ്ടുപോയി. പൊന്നുമോളെ കാണാതെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ആ പൊന്നുമ്മ. എൻ്റെ പൊന്നുമോൾ എവിടെ പോയി എന്ന്. സൈക്കിൾ എടുത്ത് കളിക്കാൻ പോയതാണല്ലോ, ഇത്ര നേരമായിട്ടും എൻ്റെ പൊന്നുമോളെ എന്തേ കാണാത്തേന്ന് നാടും നഗരവും ആ ഉമ്മ അരിച്ചു പിറക്കി. മോളെയും അന്വേഷിച്ച് ആ നാടാകെ നടന്നു, എവിടെയും കണ്ടില്ല. ഒരു സൂചന പോലും ഇല്ല. ഒരു യാത്ര പോലും പറയാതെ ആ പൊന്നുമോള് ഈ ലോകത്തോട് വിട പറഞ്ഞതാണെന്ന് ആ പൊന്നുമ്മക്കറിയില്ല. ഏറെ അന്വേഷിച്ച് നടന്ന ആ മാതാവിന് കിട്ടിയത് ആ പൊന്നുമോളുടെ ചേതനയറ്റ ശരീരമായിരുന്നു. ആ സൈക്കിളും തോട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. ആ തോട്ടിലേക്ക് ആഴ്ന്നു പോവുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ പടച്ചറബ്ബേ. ഇതുപോലൊരു വേദന ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. മക്കൾ വന്നിരിക്കുന്നത് നിന്റെ റഹ്മത്തിലേക്കാണെന്നറിയാം റബ്ബേ.
പക്ഷെ മാതാപിതാക്കളുടെ കാര്യം പടച്ച റബ്ബേ, ആ മാതാവിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഓരോ മരണത്തിനും പടച്ച റബ്ബ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഈ പൊന്നുമോളുടെ മരണകാരണം അശ്രദ്ധ മൂലമുണ്ടായതല്ല, നമ്മുടെയൊക്കെ സംരക്ഷണത്തിൻ്റെ കുറവ് മൂലമുണ്ടായതാണ്. ആ തോടിന് ഒരു സംരക്ഷണ ഭിത്തിയില്ലാത്തത് വലിയൊരു പരാജയം തന്നെയാണ്. മറ്റൊന്ന്, ആ ഒരു തോട് ഏറെ ആഴമേറിയതാണ്. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതൊക്കെ മരണത്തിന് ഒരു കാരണമാണ്. ഇന്നേ വരെ ഒരു കാരണവുമില്ലാതെ ആരും മരണപ്പെട്ടിട്ടുമില്ല. അപകട മരണത്തിൽ നിന്നും പടച്ച റബ്ബ് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. 5 നേരവും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മുത്ത് റസൂലിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹിച്ച മാസമാണ് റബ്ബേ നഫീസത്തുൽ മിസ്രിയ എന്ന ഈ പൊന്നുമോള് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത്. പടച്ച റബ്ബേ, ആ പൊന്നുമോളെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. ഹബീബിൻ്റെ മദ്ഹ് ഗാനം പാടിയാണ് റബ്ബേ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത്. പടച്ച റബ്ബേ, ആ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഖബർ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. മുത്ത് ഹബീബിൻ്റെ ചാരത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ പൊന്നുമോളുടെ പൊന്നുമ്മാക്ക് പൊന്നുപ്പാക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. നാളെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് ഇത് സഹിക്കാനുള്ള സഹനശക്തി നീ കൊടുക്കണേ റബ്ബേ. നാളെ സ്വർഗത്തിൽ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മക്കളിൽ ആ മോളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് മാതാപിതാക്കൾ മക്കൾ മരണപ്പെട്ട് മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ് റബ്ബേ. അവർക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. നമ്മുടെ മക്കളില്ലാത്ത ഈ ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ. നമ്മളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ടു തരണേ റബ്ബേ. നമ്മുടെ മക്കളുടെ വേർപാട് തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നുമോളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.